ഹലോ ഗൈസ്, നമ്മൾ രാവിലത്തെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കറ്റിലൊക്കെ പോയി ഒരുപാട് മീനൊക്കെ വാങ്ങുന്ന സ്ഥലമുണ്ടല്ലോ. ചില സ്ഥലത്ത് ചില മീനൊക്കെ വിൽക്കണ ആൻറ്റിമാരുണ്ട്. ആൻറ്റിമാർ ഭയങ്കരമായിട്ട് ഇടുന്ന അലറും കേട്ടോ. നിൻ്റെ മീനല്ലടി, അത് എൻ്റെ മീനാടി, നീ അത്ര പൈസയ്ക്ക് വില എടുത്തോടി, നീ എന്തിനാടി അവിടെ ഇരുന്ന് അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് തവണ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ മാർക്കറ്റിൽ പോയിട്ടില്ല, കാരണം ഞാനൊരു വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് തവണ പോയപ്പോൾ ഈ ആൻറ്റിമാർ, ഒരു ആൻറ്റി കിടന്ന് ഭയങ്കര ഒച്ച വെക്കും, ചിലപ്പോൾ ഒരു ആൻറ്റി മിണ്ടാണ്ടിരിക്കും, ചിലപ്പോൾ ഒരു ആൻറ്റി ഭയങ്കര ഒച്ച വെക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഒച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിളാണ് ഗൈസ്. അപ്പം അതേപോലെ ഒരു സൗണ്ടും ഒരു പ്രശ്നമാണ് ഞാൻ രാവിലെ ഇവിടെ ലൈവിൽ നമ്മുടെ ബിൻസി ആൻറ്റിയാണ് ഇവിടെ കിടന്ന് അലർന്ന് കേട്ടോ. സത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചാളമേരി എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ടല്ലോ, ചാളമേരി എന്ന് നമ്മൾ വെറുതെ വിളിക്കില്ല, അതേപോലെ ഒരു ചാളമേരി സ്റ്റൈലിലാണ് നമ്മുടെ ബിൻസി കിടന്ന്, RJ ബിൻസി അവിടെ കിടന്ന് അലറി കുതിച്ചത്. വേറെ ആരെടുത്തും അല്ല, നമ്മുടെ മസ്താനി എടുത്താണ്. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ മസ്താനിയും അഭിലാഷും അതുപോലെ തന്നെ പിന്നെ ആരാണ് കൂടെ ഇരിക്കുന്നത്, പ്രവീണ്, അനിമോള്, ഇവർ 4 പേരും മഞ്ഞ സോഫയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് മസ്താനിയും പിന്നെ ബിൻസിയും തമ്മിൽ ഇവിടെ പുറത്ത് കിടന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, അകത്ത് വേറെ കാര്യങ്ങളാണ്, പുറത്താണോ അകത്താണോ ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ബഹളം. പിന്നീട് മനസ്സിലായി നമ്മൾ പുറത്തെ കാര്യങ്ങളാണ്. എന്തോ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിൻസിയുടെ. ആ ഇൻ്റർവ്യൂ ഒക്കെ വളച്ചൊടിച്ച് വളരെ മോശമായിട്ടൊക്കെ രീതിയിലാണ് ബിൻസിയുടെ ഈ ഇൻ്റർവ്യൂ മസ്താനി എടുത്തത് എന്നുള്ളതാണ് ബിൻസിയുടെ ആരോപണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നീ മറ്റേതാണ്, എന്നിട്ട് എൻ്റെ മസ്താനി പറഞ്ഞു എന്ന്, അവൾ ഓട്ടോയിൽ കയറി പോയില്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ബിൻസിയുടെ ആരോപണം. അപ്പം ഞാൻ ഓട്ടോയിലല്ലേടി കയറി പോയത്, നീ തലയിൽ കൂടെ മുണ്ട് ഇട്ട് പോകേണ്ട അവസ്ഥ വന്നില്ലേടി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒരു മാർക്കറ്റിൽ അന്ന് ഇങ്ങനെ ഒരു ആൻറ്റി ഇങ്ങനെ കിടന്ന്, ഞാൻ പറഞ്ഞില്ല, ഒരു ആൻറ്റി ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചപ്പോൾ അയ്യോ ആൻറ്റി മറ്റേ ആൻറ്റീനെ ഭയങ്കരമായിട്ട് പറയുന്നു കേട്ടോ. പക്ഷേ മറ്റേ ആൻറ്റി തിരിച്ച് പറയുന്നുണ്ട്. ഇവിടെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി മിണ്ടുന്നില്ല. മസ്താനിയില്ല, കാറ്റുപോയ ബലൂൺ പോലെ ഇങ്ങനെ മുകളിലോട്ട് അന്തം വിട്ട് കണക്ക് അവളുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ബിൻസീൻ്റെ ആ നോട്ടമൊക്കെ കണ്ടില്ലേ, വളരെ നിസ്സഹായമായ അവസ്ഥയിൽ. കാരണം ഇന്നലെ മസ്താനി വന്നപ്പോഴേ കരഞ്ഞുകൊണ്ടാണ് വന്നത്. എടി ഞാനിവിടെ നീ തലയിൽ കൂടെ മുണ്ടിട്ട് ഉണ്ടല്ലടി പോയത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓട്ടോ പോലുള്ള, അപ്പം നിൻ്റെ അച്ഛൻ്റെ ഓട്ടോക്കാരനല്ലേ, ആ ഓട്ടോയിൽ തന്നെ നിന്നെ കയറ്റി വിട്ടല്ലോ എന്നെങ്ങാണ്ട് മസ്താനി കളിയാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മസ്താനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് ലാസ്റ്റ് നീ ഒന്നും മിണ്ടടി എന്നിട്ട് താഴോട്ട് കുനിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം കാഴ്ചക്കാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കാഴ്ചക്കാരുണ്ട് അവിടെ. റെന ഫാത്തിമയും നൂറായി ഇരുന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ അനീഷേട്ടൻ ഓടി വന്നിട്ട് പ്ലീസ് പിന്നെ പ്ലീസ് അങ്ങ് വഴക്കിടല്ലേ, നമ്മളെല്ലാം സന്തോഷമായിട്ട് പോകാനുള്ള എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷാനവാസൊക്കെ അവിടെ നിന്ന് ഏട്ടാ അനീഷ് അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ എൻ്റെ ഇടയ്ക്ക് കയറാൻ പാവിച്ചു, ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരോട്ട് മാറി കയറാൻ പാവിച്ചു കേട്ടോ. അപ്പോൾ അത് കാരണം പാവം അങ്ങനെ പുള്ളി ഇപ്പം എല്ലാവരും സന്തോഷമായിട്ട് ലാസ്റ്റ് വീക്ക് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് സ്നേഹമായിട്ടൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ഒരു വീഡിയോ ഇടാം, ഷർട്ടിൻ്റെ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തതിൻ്റെയും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു നീല ടീഷർട്ടൊക്കെ കുട്ടികൾ ഇവിടെ പെൺകുട്ടികൾ കൊണ്ടുവന്ന് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ എന്തായാലും മസ്താനി ഇങ്ങനെ തകർന്ന് തരിപ്പണായ കണക്ക് കുനിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ RJ ബിൻസി പറഞ്ഞോട്ടെ, ഇങ്ങോട്ട് നോക്കടി നീ എന്തോടി പറഞ്ഞത്, നിനക്ക് മുണ്ടിട്ട് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോടി നാട്ടിൽ, ഞാൻ അന്തസ്സായിട്ടടി നടക്കുന്നത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിധം എല്ലാവർക്കും അറിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. മറ്റാരും ഒരു അക്ഷരവും മിണ്ടുന്നില്ല. കാരണം ഇവർ പിന്നെ ഇന്നലെ ഇപ്പം നടന്നില്ല, മസ്താനിയും അതുപോലെ തന്നെ അഭിലാഷ് പിന്നെ പ്രവീണ് ഒക്കെ പിന്നെ അനിമോളെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അനിമോൾ പറഞ്ഞ കുൽസിതങ്ങൾ, മറ്റുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞ കുൽസിതങ്ങൾ അവർക്ക് അത് വലിയ പ്രശ്നമല്ല. കാരണം അനിമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലെങ്കിൽ അനിമോളിൻ്റെ PR അഭിലാഷിനെയും മസ്താനെയും പ്രവീണിനെയൊക്കെ വലിച്ചു കീറുന്നവർക്കറിയാം. പേടിയുണ്ട് കേട്ടോ, പേടിയുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, അല്ലാതെ കൂടെ നിന്ന് അംഗീകരിക്കുന്നില്ല, പേടിയുണ്ട്. അഭിലാഷിൻ്റെയൊക്കെ ഭയം കൊണ്ടിട്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അഭിലാഷിനെ കുറിച്ച് പ്രേമമുണ്ട്, ഭയങ്കര സുന്ദരനാണെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ചായ്വ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ. മോളെ നീ നന്നായിട്ട് കളിക്കണം, ശരിയടാ ഞാൻ കളിക്കാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് പ്രവീണിൻ്റെ അടുത്തും ഭയങ്കര അടുപ്പം കാണിക്കുന്നുണ്ട് അനിമോള്. അതെന്തോ ആയിക്കോട്ടെ, എനിക്കത് കുൽസിതം പറയാൻ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ പിന്നെ മീൻ മാർക്കറ്റിൽ അടിപോലെ എന്തായാലും ഒരാൾ മാത്രമായിരുന്നു, വൺ മാൻ ഷോ ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ബിൻസി ഒരു വാക്ക് പറഞ്ഞിട്ട് ഉണ്ട്, എടി എൻ്റെ തന്ത എന്താണ് എൻ്റെ അച്ഛൻ്റെ ഓട്ടോയിലല്ലേടി, എൻ്റെ പപ്പായുടെ ഓട്ടോയിൽ എൻ്റെ അച്ഛൻ്റെ ഓട്ടോയിലല്ലേടി ഞാൻ പോയി, എനിക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയെങ്കിലും ഉണ്ടടി എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയെങ്കിലും ഉണ്ടടി എന്നൊക്കെ പറയുന്ന വളരെ മോശമായ പദപ്രയോഗമാണ്. ബിൻസിയുടെ ചീട്ട് കീറി, എന്തായാലും ബിൻസിയുടെ ചീട്ട് കീറി. കാരണം പ്രേക്ഷകർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അവസ്ഥ ചെയ്യുന്നത്, നമുക്ക് ഒരു തെറ്റ് ഒരാൾ പറ്റിയെന്ന് പറഞ്ഞാൽ ആ തെറ്റിൻ്റെ അപ്പുറത്തേക്ക് വേറൊരാൾ തെറ്റ് പറയുമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അല്ലേ. നമ്മളെ ഒരാൾ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നിൻ്റെ തന്തയുടെ തന്തയെന്ന് പറഞ്ഞാൽ
പറയുന്ന ഒരു അവസരം ലാലേട്ടൻ്റെ ഒരു ഒരു പിന്നെ പാട്ടുണ്ടല്ലോ, അപ്പോൾ പാർവതിയായിട്ടുള്ള ആ ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരാ നിൻ്റെ തന്ത. അപ്പം 5 പ്രാവശ്യം നിൻ്റെ തന്തെന്ന് 10 പ്രാവശ്യം ഇങ്ങനെ പറയുന്ന ആ ഒരു തന്തയ്ക്ക് വിളിയാണ് എനിക്കിവിടെ ഓർമ്മ വന്നത്. എടി എനിക്ക് പറയാനൊരു തന്തയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അച്ഛനല്ലേ എടി എനിക്ക് പറയാനൊരു തന്തയുണ്ടല്ലോ. അപ്പോൾ ഇവള് തന്തയില്ലാത്ത മോള് എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. പക്ഷേ മസ്താനി ഒരു അക്ഷരവും മിണ്ടിയില്ല. ഇറ്റ്സ് ഗുഡ്, കാരണം മിണ്ടാതിരിക്കുന്നതാണ് ബെറ്റർ ഈ ഒരു അവസരത്തിൽ ഗൈസ്.